കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 26 മിനിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു രാത്രി ഇവിടെ വന്നത് എന്നൊരു വീഡിയോയിൽ വരാനുള്ളതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇഷ്യൂ എന്നല്ലേ? എൻ്റെ ഷോർട്ട് ഫീഡ്സ് എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ദിലീപ്, മൈരാർ, അതുപോലെ തന്നെ മാർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോ എവിടുന്നോ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. മൈരാറിനെ ഒരുപാട് ആൾക്കാർ വഴക്ക് പറയുന്നത്, ചീത്ത പറയുന്നത് തിന്നുന്നുണ്ട്. അതുപോലെ ദിലീപിനെ പറയുന്നുണ്ട്, അതിജീവിതയെ പറയുന്നുണ്ട്, ഒരുപാട് ഇത് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഇത് ഫില്ലായി. ഇനി ഷോർട്ട് ഫീഡിനകത്ത് വരുന്നില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിരിക്കണം ആപ്ലിക്കേഷന്. ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ ഹോം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദിലീപും അതിജീവിതയും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പിന്നെ ദിലീപ് അതിജീവിത ഇഷ്യൂ. പിന്നെ ഉള്ളത് ടഫ് ലുക്കിൽ ചേട്ടൻ. ഇതാണിപ്പോൾ ഷോർട്ട് ഫീഡ് നിറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ മീൻസ് പട്ടി ഷോ ബസ്സിൽ വേണ്ട, ഒരു പുതിയ ഒരാൾ ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത്, ഞാൻ പറഞ്ഞില്ലേ, കുറേ വേണ്ടാത്ത കാര്യങ്ങൾ, കുറേ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ട് കുറേ ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ ഒക്കെ അതിനകത്ത് ഇടുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇതിന് ലൈസൻസ് ഉള്ള പത്രമാധ്യമങ്ങൾ മാത്രം ഇങ്ങനത്തെ ന്യൂസ് കാര്യങ്ങളെല്ലാം പുറത്തു വിടുക. അല്ലാത്ത ഈ യൂട്യൂബർമാർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലെല്ലാം നിർത്തണം. അത് ഗവൺമെൻറ് അതിന് കർശനമായിട്ട് നടപടിയെടുക്കണം. കാരണം ഇത് പൊതുജനങ്ങൾ കാണുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ സോഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും, മുതിർന്നവരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ വരുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഇതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഈ സൊസൈറ്റിയിൽ എന്തെല്ലാമൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഒരു മാർട്ടിന്, അതുപോലെ തന്നെ മൈരാർ, ദിലീപ്, അതിജീവിത, ഇതല്ലാതെ വേറെ എന്തെല്ലാമൊക്കെ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ആ ഡേറ്റ് വന്നപ്പോഴാണല്ലോ ആൾക്കാർ ഇത്തിരി വന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇനിയെങ്കിലും അത് നിർത്തണം. ഇത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഒരു കേസാണ്. അതിപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ അതിൻ്റെ വിധി വന്നതോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇത് നടത്തിയിട്ട് ഒരു കാര്യമല്ല. അത് കോർട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ അതിന് നടപടിയെടുക്കും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കടന്നു കേട്ട് കയ്യും കെട്ട് അടിച്ചിട്ട് ഒരു കാര്യമല്ല. നിങ്ങൾ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏണിങ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ TPR ഇങ്ങനത്തെയുള്ള ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിർത്തു തൽക്കാലം. നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. വേണ്ടാത്ത ഫാൾസ് ഇൻഫർമേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിർത്തണം എന്നാണ് എൻ്റെ റിക്വസ്റ്റാണ്, കൈൻഡ് റിക്വസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. പിന്നെ വേറെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നാളെ ദിലീപിൻ്റെ പുതിയ പടം റിലീസ് ചെയ്യാൻ പോവുകയാണ്, ബബ്ബ എന്ന് പറയുന്ന പടം. ഇനിയിപ്പോൾ അതിന് റിലീസിന് നല്ല പടം, അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ അതിന് വല്ല സ്ട്രൈക്ക് വരുമോ എന്തെങ്കിലും വരുമോ എന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ബസ്സിൽ ഇപ്പോൾ പടത്തിന് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ നാളെ ഇതിലേറെ പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ ദിലീപ് സ്റ്റാറായിട്ട് വരുന്നുണ്ടാവും. ചിലപ്പോൾ ദിലീപിൻ്റെ ഈ സിറ്റുവേഷന് ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ദിലീപിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ വിമർശിച്ചേക്കാം. അല്ലെങ്കിൽ അതിന് ആൾക്കാർ വേണമെങ്കിൽ പടത്തിന് എന്താ പറയുക, ഒരു പ്രതികാരം വീട്ടിയേക്കാം. ചിലപ്പോൾ വേണ്ടത്ര ഇത് റീച്ച് കാര്യങ്ങളൊന്നും തിയേറ്ററുകളോ കിട്ടാണ്ടിരിക്കും. അതൊക്കെ വരും ദിവസങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പോലെയല്ല കാര്യങ്ങളെല്ലാം. റിയൽ ലൈഫ് ഇങ്ങനെയല്ല. കാരണം ദിലീപിൻ്റെ റിയൽ ലൈഫാണെങ്കിലും അതിജീവിതയുടെ റിയൽ ലൈഫാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിലുള്ള മറ്റുള്ള പ്രതികളുടെ റിയൽ ലൈഫാണെങ്കിലും എല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഇതിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരനുഭവിക്കുന്ന ആ മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അതികഠോരമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാരിതാർത്ഥ്യം നഷ്ടപ്പെട്ടിരിക്കുക, അവരെ ഒരിക്കലും അറിയാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ താൻ പീഡിപ്പിക്കാൻ പോകുന്നത് തന്നെ ഇങ്ങനെ
ലൈംഗികമായി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ പോകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. നമ്മൾ നമ്മളെ മകനെ അല്ലെങ്കിൽ മോളെ നമ്മൾ സ്കൂളിലോട്ട് വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് മകൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? കാരണം ഞാനത് ദിലീപിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ആ സ്ഥാനത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും? അതിന് നമ്മൾ നീതി മേടിച്ചു കൊടുക്കണ്ടേ? അതിന് എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും എത്ര ആൾ ജയിലിലിട്ടിട്ടും കാര്യമില്ല. കാരണം ആരാണ് ആ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഈ നീതിന്യായ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? കാരണം ഇങ്ങനെ ഒരു 6 പേര് കൂടിയിട്ട് ഒരു വ്യക്തിയെ ഇങ്ങനെ മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 6 വ്യക്തികൾ ചെയ്തു, പക്ഷേ ഈ ചെയ്തതിന് പിന്നിൽ ഒരു ഇതുണ്ടാവുമല്ലോ, അതാണ് നമുക്ക് തെളിയേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്, അതുപോലെ തന്നെ ആരാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്, ആ മാസ്റ്റർ മൈൻഡിനെയാണ് പിടിക്കേണ്ടത്. ആ മാസ്റ്റർ മൈൻഡ് പറഞ്ഞതിൻ്റെ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ആ ഒരു സ്ട്രാറ്റജിക്കൽ ആ ഒരു ഓർഗനൈസേഷനാണ് അവിടെ ഇതായിരിക്കുന്നത്. അതാരാണ് ഓർഗനൈസ് ചെയ്തത്, ആരാണ് പ്ലാൻ ചെയ്തത്, ആളെയാണ് നമ്മൾ ജീവപര്യന്തം തടവ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അങ്ങനത്തെ ഒരു കൊടും ക്രിമിനലിനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആൾ ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണല്ലോ ഈ 6 പേരും ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കണ്ടെത്തുക, അതിജീവിതയ്ക്ക് നമ്മൾ നീതി മേടിച്ചു കൊടുക്കുക, അത് നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാം. ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപിന് കിട്ടണം, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനറിയാം ചെയ്തിട്ടുണ്ടോ ഇല്ല കാര്യങ്ങൾ. പക്ഷേ ഞാനൊരിക്കലും ഇത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഈ ഒരു ഫീൽഡുമായിട്ട് വലിയൊരു പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ന്യൂസുകളിൽ കാണുന്ന, മാധ്യമങ്ങളിൽ കാണുന്നുള്ള ചെറിയ നോളജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഫീഡിങ്, അത് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ നിർത്തണം. നല്ല നല്ല ഇൻഫർമേഷൻസ് മാത്രം നമ്മുടെ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇതൊരു ഭയങ്കര ഒരു ഇങ്ങനെ കുറേ ആൾക്കാർ പറയാൻ മടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താണ് സംഭവിച്ചിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് മുതൽ 2 ദിവസം മുമ്പ് വന്നിട്ടുള്ളൊരു ഇന്ന് മുതൽ CID മൂസ വെക്കാം, ഗണേഷ് കുമാർ റെസ്പോണ്ട്, ദിലീപ് മൂവി ബസ്. ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് എന്താ അതിനെക്കുറിച്ചിട്ട്, അതൊന്ന് കേട്ടോക്കാം. ഒരു സ്ത്രീയാണ് ഇതിനെക്കുറിച്ച്. വസീർ ദിലീപിനെ പ്രദർശിപ്പിച്ചതിനിടയിൽ തർക്കം, പ്രതിഷേധവും. എന്തോ ആയിക്കോട്ടെ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ വനിതകൾക്ക് സിനിമ കാണാത്ര താല്പര്യമില്ല. മന്ത്രി ഗണേഷ് കുമാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ നിയമ പ്രകാരം വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കോടതി വിധി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ മകൻ പറയുന്നുണ്ട്, അമ്മേ ഇത് ആ ഭക്ഷണൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന്. വഷളൻ്റെ ഈ വഷളൻ്റെ സിനിമ വേണ്ട. KSRTC ബസ്സിൽ ഓടുന്ന സിനിമ, KSRTC ബസ്സിൽ ഓടുന്ന സിനിമ സ്ത്രീ നിർത്തിപ്പിച്ചു. ശനിയാഴ്ച വൈകുന്നേരം നടന്ന സംഭവമാണ്. ബസ്സിൽ കുടുംബസമേതം സഞ്ചരിച്ചതാണ്. ലക്ഷ്മി R. പലരും പല വിധത്തിലാണ് പ്രതികരിക്കുന്നത്. 2 തമാശയുണ്ട്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാൽ 2 ചൊല്ലുണ്ടെന്ന് നോക്കിയാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്. KSRTC ആരുടെയും വകയല്ല, ഇഷ്ടമുള്ള സിനിമ പ്രദർശിപ്പിക്കട്ടെ, വൈറലാവാൻ വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചതാണ്. ലക്ഷ്മി R എന്ന യുവതിയാണ്. ദിലീപ് എന്ന് നായകനായ പറക്കുതളിക. ഇതോടെ ഈ വഷളൻ്റെ സിനിമയാണല്ലോ എന്ന് ലക്ഷ്മിയുടെ മകൻ പറഞ്ഞു. അതോടെയാണ് അത് ആ യുവതി സ്ത്രീ അത് നിർത്തിപ്പിച്ചത്. സിനിമ ഒഴിവാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സിനിമ വെക്കാനോ ആവശ്യപ്പെട്ടു. പക്ഷേ കണ്ടക്ടർ അത് നിരാകരിച്ചു റിക്വസ്റ്റ്. നെക്സ്റ്റ് സ്റ്റോപ്പിൽ യുവതിയോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കണ്ടക്ടർ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ദിലീപിൻ്റെ മൂവി വേണ്ട എന്ന് അക്സെപ്റ്റ് ചെയ്തെന്ന് ഇതായതോടുകൂടി പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നു.
ഇതിന് കമൻ്റായിട്ട് കുറേ ആൾക്കാരെ അടിച്ചിട്ടുണ്ട്. അതല്ലേ ഇതിൻ്റെ ഹൈലൈറ്റ്, ഈ സ്ത്രീയുടെ മകൻ വേടൻ്റെ ഫാനാണെന്ന് പറഞ്ഞത്. കേരളം ഭ്രാന്താലയം എന്ന് സ്വാമി പറഞ്ഞത് എത്ര സത്യമാണ്. വേടൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരുന്ന ചേച്ചിയുടെ മോൻ ദേ വഷളൻ്റെ സിനിമ. ഓരോരുത്തർക്കും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് പ്രകടിപ്പിക്കും. ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ പിരാന്ത് എന്ന് പറയും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് വരുന്നു ഫേമസ് ആവാൻ. തള്ള് വൈറലാവാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ഇതെല്ലാം. കാണുന്നവർ കണ്ടോട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഈ സ്ത്രീ വേടൻ്റെ പെങ്ങളാണ്. ഈ സ്ത്രീക്കെതിരെ കേസിന് പോണം. വഷളൻ എന്ന് പറയുന്ന ഇത് ഇവരുടെ വീട്ടിൽ ഉള്ളവരാണോ അല്ലല്ലോ. ഇത് സമൂഹത്തിൽ തെറ്റായ ധാരണ പരത്തുകയാണ്. പിന്നിൽ വലിയ കളിയുണ്ട്, നോക്കിക്കോ. വെൽ പ്ലാൻഡ്. ഇനാം വെച്ച് മരപ്പെട്ടി കൂട്ടി. അവൾക്കും മോനും ഒന്നിച്ചിരുന്ന് ഫോൺ ഫിലിം ഇട്ടു കൊടുക്കൂ. ഊറിച്ച് വേശ്യക്കും മോനും. ഓഹ്, പട്ടി ഷോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടേതാണ് മിസ്റ്റർ. കാണേണ്ടേൽ കിടന്ന് ഇറങ്ങ്. കുടുംബസമേതം കാണാൻ കഴിയുന്ന ഏപ്പടം ആയിരിക്കണമെന്ന വിചാരിച്ചേ. സുപ്രീം കോടതിയെ മാനിക്കാത്തവരാണ് ഇപ്പോൾ കോടതി വിധിയെ മാനിക്കണമെന്ന് പറയുന്നത്. രശ്മിയുടെ മകൻ വേടൻ്റെ ഫാനാണെന്ന് കേട്ടല്ലോ. വഷളൻ എന്ന് പറയുന്നതിന് മൂത്തവരെ പറയണ പഠിപ്പിച്ച മാതാപിതാക്കളാണോ ദിലീപിനെ ഫിലിം നിർത്തിക്കാൻ പറഞ്ഞ് മക്കളെ ഇപ്പോഴേ നല്ലത് ആണ് പറയാൻ പഠിപ്പിക്കൂ. സ്ത്രീയെ ഞാനും ഒരു സ്ത്രീയാണ് ദിലീപ്. വേടനെ എല്ലാവർക്കും ഇഷ്ടമാകുമോ? നന്മകൾ ആരും കാണില്ല. അവളുടെ കോണ 100 വട്ടം കണ്ട മൂവി ആയിരിക്കും, എന്നിട്ടാ ബസ്സിൽ ഷോ കാണിക്കുന്നത്. എന്തൊക്കെ ആയാലും CID മൂസ സൂപ്പർ മൂവിയാണ്. ചേച്ചി ശരിക്കും ബസ്സിൽ കയറിയത് എന്തിനാ? യാത്ര ചെയ്യാനാണോ അതോ സിനിമ കാണാനാണോ? അന്നും ഇന്നും ചിരിക്കാൻ ദിലീപ് സിനിമകൾ. പുള്ളിക്കാരി കാണുന്നില്ലെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവർ കാണട്ടെ. സിനിമ വെക്കാൻ പറ്റൂല എന്ന് പറയാൻ ഇവർ ആര്? ഷോ കാണിക്കാൻ. പട്ടി ഷോ കെട്ടിയിട്ടേ ഓൾ ഇപ്പോൾ കണ്ട്. ചേച്ചി വീട്ടിലോ കാറുണ്ട്, അത് പോയ പോലെ. ചേച്ചി എന്തിനാ ബസ്സിന് പോയത്? ഓരോ ആൾക്കാരുടെ കമൻറ്റ് വ്യത്യസ്തമാണ്. മോൻ വേടൻ്റെ പാട്ട് ഇഷ്ടമായിരിക്കും. CI മതി. മൂസ കാണുന്നു ഇപ്പം തന്നെ. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ കാണണ്ട. അമ്മായി ഉദ്ദേശിച്ചത് നടന്നു, പബ്ലിസിറ്റി കിട്ടി. ഇനി ഒരു യൂട്യൂബ് ചാനൽ കൂടി തട്ടിക്കൂട്ടണം. എന്നാൽ ചേച്ചിക്ക് ഫിലിം വെച്ച് കൊടുക്ക്. ദിലീപ് കുറ്റക്കാരാണെങ്കിൽ പോലും ഇന്ത്യൻ സെൻസർ ബോർഡ് അംഗീകരിച്ച പടം, എല്ലാ നികുതികളും അടച്ച പടം, 100 കണക്കിന് ആളുകൾ കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കിയ പടം. ഇവർക്ക് ഈ പടം കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്ത് അധികാരം? ബസ് ടിക്കറ്റ് എടുക്കാൻ തനിക്കിഷ്ടപ്പെട്ട പടം കാണിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാത്തത് വഴി ഇവർ ഇന്ത്യൻ ഭരണഘടനയാണ് അപമാനിക്കുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. ആരാണിവർ? ജിഷ എന്ന കുട്ടിക്ക് നീതി കിട്ടാൻ ആരെങ്കിലും ഇതുപോലെ ശബ്ദിച്ചോ? കണ്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആണ് ഇത്. സിനിമ വേണമെങ്കിൽ കണ്ടാൽ പോരെ, മറ്റുള്ളവർക്ക് എന്തിനാണ് ബുദ്ധിമുട്ടാക്കുന്നത്? ഇങ്ങനെ ഒരുപാട് കമൻ്റ് ഉണ്ട്, ഇഷ്ടം പോലെ 1000-ഓളം ആൾക്കാർ ഇതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ഇപ്പോൾ ഞാൻ വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേര് ഇതിനെ വിമർശിച്ചിട്ടാണ് ഇതിന് കമൻറ്റ് ഇട്ടേക്കുന്നത്. കാരണം CID മൂസ എന്ന് പറയുന്ന ആ ഒരു ഫിലിം കാരണം ഒരുപാട് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഫിലിമാണ്. പണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നീ CID മൂസ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അതുപോലെ കല്യാണരാമൻ, ഇങ്ങനെയൊക്കെ പഴയ ഒരു കുറച്ച് 90s ഉള്ള ആൾക്കാർക്ക് ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഫിലിംസ് ഉണ്ട്, അതൊക്കെ കാണണമെന്നുണ്ട്. അതിപ്പോൾ ഒരു ആക്ടറോ നോക്കിയിട്ടൊന്നുമല്ല, അത് നമുക്കെന്താ പറയുക, നമുക്കതിനകത്ത് ഒരു ഫണ്ണ്, അല്ലെങ്കിൽ നമുക്കതിനകത്ത് നമ്മൾ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മൂവി ആരുടേതാണെങ്കിലും ആൾക്കാരത് കാണും. മൂവിയെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ സംഭവിച്ചു, അതിനകത്ത് ദിലീപ് കുറ്റക്കാരനെല്ലാം കോടതി കണ്ടെത്തി. പക്ഷേ ഇനി മേൽക്കോടതിയെ പോവാം, സുപ്രീം കോടതിയിലൊക്കെ പോവാൻ പറ്റും. കാരണം അതിജീവിതക്ക് നീതി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാർ കൂടെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വെറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊന്നും ആയിരിക്കണമെന്നില്ല. ഇതൊന്നും ഒരിക്കലും പൈസ കൊണ്ടൊന്നും തീരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ദയവ് വിചാരിച്ച് സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കൊന്നും ഇങ്ങനെ ഫാൾസ് ഇൻഫർമേഷന് ഇങ്ങനത്തെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളൊന്നും ഒരുവിധം ആൾക്കാർ ചെയ്യാതിരിക്കുക. പിന്നെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ എനിക്ക് പറയാനുണ്ട്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ്, എനിക്ക് തോന്നുന്നു രാജ്യത്തിന് പുറത്തുള്ള കുറേ യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ വാരി വലിച്ച് പറയുന്നുണ്ട്. ഇവിടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ, ഗവൺമെൻറ് ഇതിന് കർശനമായിട്ടുള്ള നടപടി എടുക്കണം. ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ എസ്പെഷ്യലി ഇങ്ങനെ ലീഗലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് കറക്റ്റ് ഇൻഫർമേഷൻ അറിയാതെ അതിൻ്റെ സോഴ്സ് ഫാക്ട് ചെക്ക് ചെയ്യാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിനോടാണെങ്കിൽ പോലും നമ്മളങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം നമുക്കിതിൻ്റെ ഫാക്ട് അറിയില്ലല്ലോ. കാരണം അതിനാണല്ലോ ഇവിടെ പോലീസ്, കോടതി, ഇങ്ങനെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ. ഇതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതിനെ കുറിച്ചിട്ട് ഇനി ഒരിക്കലും ഇങ്ങനത്തെ വേണ്ടാത്ത ഇത് പറയരുത്. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിക്ക് വേണ്ടിയിട്ട്, നാളേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു നന്മയുള്ള ഒരു കേരളം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഹൈപ്പാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫെയിം ആവാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കാം. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ലത് മാത്രം ചെയ്യുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ്. കാരണം എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല ഈ എന്താണ് നമ്മുടെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഒന്നും. കാരണം അതിനകത്ത് അത്രയാണ്. അതിനകത്ത് നമുക്ക് ഏതാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു നല്ല ഒരു എന്താ പറയുക രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു ന്യൂസ് കാണുന്നു, ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനൽ കാണുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ കുറേ ചാനൽസ് കാണുന്നു, ലൈസൻസ് ഉള്ള പത്രപ്രവർത്തകർ. ഇപ്പോൾ അതിനകത്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ചിലതൊക്കെ കണക്റ്റഡ് ആണ്, ചിലതൊന്നും കണക്റ്റഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് യൂട്യൂബിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഓരോ വ്യക്തിയെക്കുറിച്ച് വിമർശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിർത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു യൂസ് ഇല്ല. ഇതൊക്കെ കുറേ വ്യൂസിനും ഫെയിമിനും അതുപോലെ കുറേ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാലും കുറേ ആൾക്കാർ ഇത് അറിയാത്ത കുറേ ആൾക്കാർ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിർത്തണം എന്നുള്ള കാര്യം. അല്ലാണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ബേക്കിൽ യാതൊരു ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അത്രമാത്രമല്ല. അത് എനിക്ക് ഈ രാത്രി സമയത്ത് ഇതിനകത്ത് വന്ന് പറയേണ്ട ഒരു കാര്യമല്ല. കാരണം നാളെ ദിലീപിൻ്റെ ഫിലിം റിലീസാവാൻ പോകണം. എന്തായാലും ഇനിയിപ്പോൾ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും, അതിനെക്കുറിച്ചിട്ട് കുറേ ബബടിക്കും. ഞാൻ ഫിലിമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ ദിലീപിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും പറയും, ഇങ്ങനെയുള്ള ആൾക്കാർ പറയും. കാരണം അവർക്ക് റേറ്റിംഗ് വേണം, അവർക്ക് വാച്ച് അവർ വേണം. അപ്പോൾ എന്തായാലും പറയും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും കുറേ ആൾക്ക്. എനിക്ക് നല്ല ഒരുപാട് പേർക്ക്. കാരണം വെറുതെ അവരുടെ നല്ല സമയം കളയണ്ടല്ലോ. ഇങ്ങനത്തെ ഇൻഫർമേഷൻ കൂടുതൽ കാണാൻ താല്പര്യമുള്ളവർ കണ്ടോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് നമുക്കിത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഇൻഫർമേഷൻ, ഞങ്ങളല്ല തെറ്റായ ഇൻഫർമേഷൻ കുറേ വരുന്നുണ്ട്. പിന്നെ കുറേ ഒരുപാട് നല്ല ഗുണമുള്ള നല്ല നമുക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ വേണ്ടാത്ത ഈ രീതിയിലൊക്കെ അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. എൻ്റെ തോന്നലാണോ അതോ ഇനി വേറെ നിങ്ങൾക്ക് അതുപോലെ ഫീൽ ആകുമോ എനിക്കെന്നറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും എന്ത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സ് ഫാക്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക് സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.